ബാലൻസിങ് ഓഫ് ദി റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ എങ്ങനെ ചെയ്യാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും സുഖമായിട്ട് എഴുതാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓക്സിഡേഷൻ ഹാഫിൽ നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ പറ്റിയ കാര്യങ്ങളൊക്കെ എഴുതാം. ഇലക്ട്രോൺ ട്രാൻസ്ഫർ, അതായത് റെഡ്യൂസിങ് ഹാഫിലും ഇലക്ട്രോൺ ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങൾ എഴുതാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യുക. ചാർജ് എങ്ങനെ ബാലൻസ് ചെയ്യുക? അസിഡിക് മീഡിയത്തിലാണെങ്കിൽ H+ വെച്ചിട്ട് ബാലൻസ് ചെയ്യാം, ബേസിക്കിലാണെങ്കിൽ OH- വെച്ച് ബാലൻസ് ചെയ്യുക. അതിന് ശേഷം മാത്രമേ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനെയും ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വാട്ടർ വെച്ചിട്ടാണ് ഹൈഡ്രജനും ഓക്സിജനും ബാലൻസ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ? ആദ്യം നമ്മൾ ഓക്സിഡൈസിങ് ഹാഫ് എന്ന് പറഞ്ഞാൽ Fe2+ എന്തായിട്ട് മാറും? Fe3+ ആയിട്ട് മാറും. അപ്പോൾ എന്താ, ഒരു ഇലക്ട്രോണെ വിട്ടു കൊടുത്തിട്ടാണ്. ഫൈൻ, അപ്പോൾ നമ്മളിത് ഇലക്ട്രോണിൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ച്. പിന്നെ അടുത്തത് എന്താണ്? റെഡ്യൂസിങ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? O7 2- എന്തിലേക്ക് പോവും? Cr3+ലേക്കാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ടാണ് ഇത് +6 ഉണ്ടാവും, +6 +3ലേക്ക് പോയി. എത്ര ചേഞ്ച്? 3. പക്ഷേ എത്ര ഉണ്ട്? 2. സോ ഇവിടെ +6 ഇലക്ട്രോൺ വാങ്ങിയിട്ടാണ് ഈ രീതിയിൽ പോയത്. അപ്പോൾ ഇവിടെ +6 ഇലക്ട്രോണാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസിന് നമ്മൾ രണ്ടും കറക്റ്റ് ആക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും 6Fe2+, ദാറ്റ് ഗിവ്സ് 6Fe3+ + 6 ഇലക്ട്രോൺ. പോരാനായിട്ട് എന്താ കിട്ടുക? Cr2O7 2- + 6 ഇലക്ട്രോൺ, ദാറ്റ് ഗിവ്സ് Cr3+. ഓക്കെ, അതിൻ്റെ മുമ്പേ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ആദ്യം ഈ പറഞ്ഞ ആറ്റംസ് ഉണ്ടല്ലോ, ഏത് ആറ്റംസ് എന്നാണ് ഓക്സിജൻ നമ്പർ വ്യത്യാസമുള്ളത്, അതിന് നമ്മൾ ബാലൻസ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ 2 കൊണ്ട് കറക്റ്റ് ആക്കണം. ഓക്കെ, ആ രീതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ ഹാഫും റിഡക്ഷൻ ഹാഫ്. ഇനി ഓക്സിഡേഷൻ ഹാഫിൽ ചാർജസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ ചാർജ്? ഒരു 18+3 ഉണ്ട്. 18+3 ഉണ്ട്, പിന്നെ ഒരു 6- ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് 12+ ആണുള്ളത് റൈറ്റ് സൈഡിൽ അല്ലേ? 18+3 6-, അപ്പോൾ 12+. ലെഫ്റ്റ് സൈഡിലോ 12+ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചാർജിന് കുഴപ്പമൊന്നുമില്ല. ലെഫ്റ്റും റൈറ്റിലും സെയിം ചാർജസ് ആണുള്ളത്. ഇനി ഇവിടെ ആണെങ്കിലോ ഒരു -2 ഉണ്ട്, പ്ലസ് എത്രയാ 1+, നമുക്ക് പറയാൻ 7- ലെഫ്റ്റിലുണ്ട്. റൈറ്റിലാണെങ്കിൽ 6+ ആണുള്ളത്. അപ്പോൾ ഇത് അസിഡിക് മീഡിയത്തിലായതുകൊണ്ട് 7+, 7- 6+ലേക്ക് മാറ്റാം. ദാറ്റ് മീൻസ് 7H+ + 6, ദാറ്റ് മീൻസ് ഇവിടെ 7 അല്ല 8 ആണല്ലേ കറക്റ്റ്? 8- ആണുള്ളത്. റൈറ്റിൽ 6+. അപ്പോൾ 8- 6+ലേക്ക് മാറ്റണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 14H+ ലെഫ്റ്റിൽ ആഡ് ചെയ്യും. 14H+ ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 6H+ എന്നൊരു 6+ കിട്ടും അല്ലേ? അപ്പോൾ ഞാൻ ലെഫ്റ്റിൽ 14H+ ആഡ് ചെയ്യും. അങ്ങനെ 14H+ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇനി വെള്ളത്തിൻ്റെ കറക്റ്റ്. അപ്പോൾ 14H+ എന്ന് പറഞ്ഞാൽ 7H2O. അപ്പം എല്ലാം കറക്റ്റായി. ഇനി നോർമലായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺസ് ഒക്കെ അങ്ങോട്ട് ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ ലാസ്റ്റ് 6Fe2+ + Cr2O7 2- + 14H+, ദാറ്റ് ഗിവ്സ് 6Fe3+ + 2Cr3+ + 7H2O. അപ്പം ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് MnO4 ഇതിൻ്റെ നോക്കുക ബാലൻസ് ചെയ്യാൻ. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ ഇതിൻ്റെ ചാർജ് എത്രയാണ്? x - 8, ദാറ്റ് ഈക്വൽസ് -1. സോ x = +7. അപ്പോൾ ഇവൻ്റെ ചാർജ് +7. ഇവൻ്റെ ചാർജ് പ്രോബബ്ലി +4. അപ്പോൾ ഇവൻ റെഡ്യൂസിങ്. അപ്പോൾ റെഡ്യൂസിങ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒബ്വിയസ്ലി MnO4-. അതെന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്തിട്ട്, കാരണം 3 ഇലക്ട്രോണെ റെഡ്യൂസ് ചെയ്തിട്ട് MnO2 ആയിട്ട് മാറ്റും. ദിസ് ഈസ് റെഡ്യൂസിങ് ഹാഫ്. ആൻഡ് ഓക്സിഡൈസിങ് ഹാഫ് എന്ന് പറഞ്ഞാൽ I- എന്തായിട്ട് മാറും? IO3 ആയിട്ട് മാറും, -ആയിട്ട്. സോ ബിക്കോസ് x - 6 = -1. സോ x = +5. അപ്പോൾ ഇത് +5 ആണ് ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, റൈറ്റ്? സോ -ന്ന് +ലേക്ക്. അപ്പോൾ എത്ര ഇലക്ട്രോണെ കൊടുത്ത്? 6 ഇലക്ട്രോണെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ 2 ഇലക്ട്രോൺ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇവനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം കിട്ടാൻ MnO4- + 6 ഇലക്ട്രോൺ, ദാറ്റ് ഗിവ്സ് 2 MnO2 കിട്ടും. സോറി, 2 അല്ല 4, കാരണം നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അത്രയേ ഉള്ളൂ. 4 MnO2 അത് കിട്ടി. ഫൈൻ. ഇനി ചാർജ് ബാലൻസിങ് പരിപാടിയാണ്. ഇവിടെ ഓക്കെ 6 ഇലക്ട്രോൺ. ഇനി ചാർജ് ബാലൻസിങ് പരിപാടിയാണ്. ഇവിടെ ഒരു -6-. അപ്പോൾ എത്ര ടോട്ടൽ -? 7- ഉണ്ട്. ഇവിടെ ആണെങ്കിലോ പ്രത്യേകിച്ച് ചാർജ് കാര്യങ്ങളൊന്നുമില്ല. ദാറ്റ് മീൻസ് ഞാൻ എന്ത് ചെയ്യും? ഇവിടെ 7 OH- അങ്ങോട്ട് ആഡ് ചെയ്യും. ഇവിടെ ഞാൻ +7 OH- ആഡ് ചെയ്യും. ബിക്കോസ് ബേസിക് മീഡിയത്തിൽ നമ്മൾ ചാർജ് ബാലൻസിങ് ആ രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 7 OH- ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം 7H2O അങ്ങനെ ആഡ് ചെയ്യും. ബിക്കോസ് 7 ഓക്സിജൻ കറക്റ്റ് H2O ആഡ് ചെയ്തു. ഫൈൻ. ഇവിടെ ചാർജ് ഡിഫറൻസ്, ഇവിടെ ഒരു മൈനസ് ചാർജ് ഉണ്ട്. ഇവിടെ ഒരു -1 ഒരു 7- ഉണ്ട്.
അപ്പോൾ ഇവിടെ ഞാൻ എത്ര ആഡ് ചെയ്യണം? 6 OH മൈനസ് അങ്ങോട്ട് ആഡ് ചെയ്യണം, കാരണം 7 എത്തണം. അപ്പോൾ 6 OH മൈനസ് ആഡ് ചെയ്ത് ഇവിടെ 6 H2O നമ്മൾ ആഡ് ചെയ്യും. അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള പരിപാടി ആഡ് ചെയ്യാം, കഴിഞ്ഞു. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ അറിയുന്നല്ലേ, നോർമലായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുവാണെങ്കിൽ ഇത് ഒരു ഡിസ്പ്രോപ്പോർഷനേഷൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. നമ്മുടെ Br2 നമ്മുടെ ആദ്യത്തെ ഓക്സിഡൈസിങ് റെഡ്യൂസിങ് ഹാഫ് എഴുതാം. അപ്പം Br മൈനസ് ആയിട്ട് മാറി. എത്ര ചേഞ്ച്? ഒരെണ്ണം ചേഞ്ച്. എത്ര കാരണം? 2 കാരണം. സോ ഇവിടെ 2 ഇലക്ട്രോൺ, റൈറ്റ്. ദിസ് ഈസ് അവർ റെഡ്യൂസിങ് ഹാഫ് ആൻഡ് Br2 ചേഞ്ചസ് ടു BrO3 മൈനസ്. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? x മൈനസ് 6 ദാറ്റ് ഈക്വൽ -1. സോ x ഇസ് ഈക്വൽ ടു +5. സോ ഇവിടെ +5 ആണുള്ളത്. 0 +5 ദാറ്റ് മീൻസ് 5 ഇലക്ട്രോണിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസ് സെയിം ആക്കണം. ദാറ്റ് മീൻസ് ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആൻഡ് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 Br2 പ്ലസ് 10 ഇലക്ട്രോൺ ഗിവ്സ് 5 Br മൈനസ്, ആൻഡ് ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 Br2 ദാറ്റ് ഗിവ്സ് 2 BrO3 മൈനസ് പ്ലസ് 10 ഇലക്ട്രോൺ. ഓക്കെ, ഇലക്ട്രോൺസിൻ്റെ കാര്യം. ഇനി ഇവിടെ ചാർജസ്. അപ്പോൾ ഇവിടെ 0 ചാർജ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട് 10 എണ്ണം. റൈറ്റിലാണെങ്കിൽ 5 നെഗറ്റീവ് ചാർജ് ഉള്ളൂ. ബേസിക് മീഡിയം ആയതുകൊണ്ട് നമ്മൾ എക്സ്റ്റേണലി ആയിട്ട് എത്ര കൊടുക്കണം? 5 OH മൈനസ് കൊടുക്കണം അല്ലേ. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ 5 നെഗറ്റീവ് ചാർജ് ഉള്ളൂ, 10 ഉണ്ട്. അതുകൊണ്ട് 5 OH മൈനസ് കൊടുത്തത് കൊണ്ട് ഞാൻ 5 H2O ഇവിടെ ആഡ് ചെയ്യും. ഇനി ഇവിടെ എന്താണ് ചാർജ്? ഇവിടെ 0 ചാർജാണ്. ഇവിടെ ആണെങ്കിലോ 2 നെഗറ്റീവ് ചാർജ് പ്ലസ്. അപ്പോൾ 12 നെഗറ്റീവ് ചാർജസ് ഉണ്ട്. 12 നെഗറ്റീവ് ചാർജ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 OH മൈനസ് ആഡ് ചെയ്യും. 12 OH മൈനസ് ഉള്ളത് കൊണ്ട് 12 അല്ലേ, ഓക്സിജൻ 12 ആണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വിട്ടു, അതിൻ്റെ കുഴപ്പമാണ്. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം എത്ര ചേഞ്ച്? 1 ചേഞ്ച്. എത്ര കാരണം? ഓക്കെ, ഇവിടെ 2 ഇലക്ട്രോൺ തന്നെ വരും. ഓക്കെ, ഇത് കിട്ടി. അടുത്തത് Br2 എങ്ങനെയാണ് മാറുന്നത്? Br2 എന്തായിട്ടാണ് മാറുന്നത്? BrO3 മൈനസ്. BrO3 മൈനസ്. അപ്പോൾ ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യാം, ബിക്കോസ് 2 Br2. എത്ര ചേഞ്ച്? ദിസ് ഇസ് +5, റൈറ്റ്. സോ +5 ചേഞ്ച്. +5 ചേഞ്ച്. എത്ര കാരണം? 2 കാരണം. സോ ദിസ് ഇസ് 10 ഇലക്ട്രോൺ ഇങ്ങനെ വരും. ഇതിന് ഞാൻ എന്ത് ചെയ്യും? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ബിക്കോസ് കറക്റ്റ് ആക്കണം. സോ Br2 that gives 10 Br മൈനസ്. ഫൈൻ, അത് കിട്ടി. പ്ലസ് 10 ഇലക്ട്രോൺസ് ആൻഡ് Br2 that gives 2 BrO3 മൈനസ് പ്ലസ് 10 ഇലക്ട്രോൺസ്. ഇനി ഇവിടെ എത്ര ചാർജ് ഉണ്ട്? ഒരു 10 ചാർജ് ഉണ്ട്, 10 നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇറ്റ്സ് കറക്റ്റ്. ഇവിടെ എത്ര ചാർജ് ഉണ്ട്? 12 നെഗറ്റീവ് ചാർജസ് ഉണ്ട്. സോ ഇവിടെ ഞാൻ 12 OH മൈനസിൻ്റെ അഡീഷൻ ആവശ്യമുണ്ട് ലെഫ്റ്റിൽ, ബിക്കോസ് ഇവിടെ റൈറ്റിൽ 12 ഉണ്ട്. അപ്പം 12 OH മൈനസ് ആഡ് ചെയ്തുകൊണ്ട് 12. അപ്പോൾ OH 12. അപ്പോൾ ആ രീതിയിൽ എഴുതിയാൽ മതി. 12 ആയതുകൊണ്ട് നമ്മൾ എത്ര എഴുതണം? 6 H2O ആഡ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇനി കംപ്ലീറ്റ് ആഡ് ചെയ്യുക ഇക്വേഷൻ. ദാറ്റ് മീൻസ് Br2 പ്ലസ് Br2 ദാറ്റ് ഈസ് 2 Br2 പ്ലസ് 12 OH മൈനസ് ദാറ്റ് ഗിവ്സ് 10 Br മൈനസ് പ്ലസ് 2 BrO3 മൈനസ് പ്ലസ് 6 H2O. ഇതൊക്കെ ഇലക്ട്രോൺസ് ഒക്കെ കട്ടായി പോയിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് റിയാക്ഷൻ. കറക്റ്റാണോ നോക്കട്ടെ. ഇവിടെ 5ൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ 6 വരും. ഓക്കെ, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഫൈൻ. ലോ ഓഫ് ഇക്വലൻസിൻ്റെ വേറൊരു ഇൻ്റർപ്രിറ്റേഷൻ നമുക്ക് നോക്കാം. എ ബി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വലൻസ് ഓഫ് എ ഇക്വലൻസ് ഓഫ് ബി സെയിം ആയിരിക്കും, റൈറ്റ്. അപ്പോൾ എ ബി മോൾസ് നമുക്ക് ഇക്വലൻസ് എ സെയിം ആണ് നമുക്ക് പറയാൻ പറ്റും. എൻ ഫാക്ടർ ഇൻറ്റു മോൾസ് ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഫാക്ടർ ഓഫ് എ ഉണ്ട് കേട്ടോ. അതേപോലെ എൻ ഫാക്ടർ ഓഫ് ബി ഇൻറ്റു മോൾസ് ഓഫ് ബി. ഇവിടെ നമുക്ക് മനസ്സിലാവും മോൾസ് ഓഫ് ബി ബൈ മോൾസ് ഓഫ് എയുടെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എൻ ഫാക്ടർ ഓഫ് എ ബൈ എൻ ഫാക്ടർ ഓഫ് ബി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഇൻഫോർമേഷൻ കിട്ടിയത്? എൻ ഫാക്ടറിൻ്റെ റേഷ്യോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മോളാർ റേഷ്യോ. ഇവിടെ അത് എൻ ഫാക്ടർ 2, ഇവിടെ എക്സ് എൻ ഫാക്ടർ വൈ ആണ്. നമുക്ക് പറയാം മോളാർ റേഷ്യോ എന്നാൽ ദാറ്റ് ഇസ് 5x എന്ന രീതിയിലായിരിക്കും. ആ ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആ രീതിയിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോർമൽ ഇക്വലൻ്റ് റൂൾ ലോ ഓഫ് ഇക്വലൻസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ജെ അഡ്വാൻസ് ക്വസ്റ്റ്യൻ നോക്കുക. ഹെനക്കോ സൊല്യൂഷൻ കണ്ടെയ്നിങ് പോയിന്റ് 3. അപ്പോൾ KiO3 എന്തൊക്കെയുണ്ട്? KiO3 എന്തിനെ ട്രീറ്റ് ചെയ്യുന്നത്? എന്ത് വാസ് ട്രീറ്റഡ് വിത്ത് Ki ആൻഡ് എന്താ സംഭവിക്കുക? ഒബ്വിയസ്ലി അയഡൈസ്ഡ് ആയിട്ട് നമുക്ക് അയഡിൻ കിട്ടും. പിന്നെ വേറെ എന്തൊക്കെയോ റിയാക്ഷൻ ഉണ്ട്, എനിക്ക് അറിഞ്ഞുകൂടെ എന്തെന്നോ എന്തെല്ലോ ഉണ്ട്. ഓക്കെ, എന്നിട്ട് അയഡിൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? തയോ സൾഫേറ്റ്, ദാറ്റ് മീൻസ് ഹൈപ്പോ. സോ അയഡിൻ നമ്മുടെ Na2S2O3 ആയിട്ട് ട്രീറ്റ് ആവും. ഇതിൻ്റെ ബാലൻസ് റിയാക്ഷൻ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. സോ അത് ആവശ്യപ്പെടും കുറച്ച് കഴിഞ്ഞാൽ. Na4O6 ആവും. ഇതിന് എൻ ഫാക്ടർ ഡിഫറൻസ് 1 ആണെന്നുള്ളത് നമ്മൾ കുറേ ക്ലാസ്സിൽ നോക്കിയതല്ലേ. ഇതിൻ്റെ എൻ ഫാക്ടർ ഡിഫറൻസ് 1 ആണ്. സോ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 ആണ് ഇതിൻ്റെ. ഫൈൻ. നമ്മൾ കണ്ടെത്താവുന്ന കാൽക്കുലേറ്റ് മൊളാരിറ്റി ഓഫ് സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ. ഈ ചങ്ങാതിൻ്റെ മൊളാരിറ്റി ആണ് നടത്താൻ പറയുന്നത്. ദാറ്റ് മീൻസ് ഈ ചങ്ങാതിൻ്റെ മൊളാരിറ്റി കിട്ടണമെങ്കിൽ ഈ ചങ്ങാതിൻ്റെ മോൾസ് കിട്ടണം. ബിക്കോസ് ഈ ചങ്ങാതിൻ്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചങ്ങാതിൻ്റെ മോൾസ് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ചങ്ങാതിൻ്റെ I2യുടെ മോൾസ് കിട്ടണം. ഇനി I2യുടെ മോൾസ് കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടാം. ദാറ്റ് മീൻസ് ഇതിൻ്റെ പരിപാടി ചെയ്യാം. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇവൻ എൻ ഫാക്ടർ 5 നിന്ന് 0ലേക്ക് പോയി, എത്ര ഡിഫറൻസ് 1. സോ എൻ ഫാക്ടർ 5. -1 നിന്ന് 0ലേക്ക് പോയി, എത്ര ഡിഫറൻസ് 5. ഒപ്പം എൻ ഫാക്ടർ 1. നമുക്കറിയാം നമ്മളിപ്പം പറഞ്ഞ ലോ ഓഫ് ഈക്വലൻസിന് വേറെ രീതിയിൽ നമ്മൾ എന്ത് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ ഫാക്ടറിൻ്റെ റേഷ്യോസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മോളാർ റേഷ്യോ. അപ്പോൾ അതുകൊണ്ട് n ഇവിടെ, അപ്പോൾ 1 ഇവിടെ റേഷ്യോ വന്ന്, ഇവിടെ 5 ആയതുകൊണ്ട് ഇവിടെ 5 വന്ന്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റേഷ്യോ മോളാർ റേഷ്യോ. സോ നമുക്ക് ഇത് 5 6, അപ്പോൾ 6 അയഡിൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഇത് എത്ര ഉണ്ടാവും? 3 മോൾസ് ഓഫ് അയഡിൻ ഉണ്ടാവുന്ന കാര്യം മനസ്സിലായി. സോ ഇത് 3 മോൾസ് ഓഫ് അയഡിൻ ഉണ്ട്. ഇനി ഇത് ബാലൻസ്ഡ് റിയാക്ഷൻ ആണ് ഒബ്വിയസ്ലി അറിയാം. പിന്നെ നമ്മൾ മോൾ കോൺസെപ്റ്റ്, 1 മോളിൽ നിന്ന് 2 മോൾ, അപ്പം 3 മോളിൽ നിന്ന് എത്ര കിട്ടും? 6 മോൾസ് കിട്ടും. അപ്പം Na2SO ആ പറഞ്ഞ സാധനം 6 മോൾസ് ഉണ്ട്. അപ്പോൾ അത് 6 മോൾസ് ഉണ്ടെങ്കിൽ 6 ഡിവൈഡഡ് ബൈ 45, അതാണ് ml അല്ല, അത്രയും മോൾസ് ഇൻറ്റു 1000, ദാറ്റ് ഈസ് അവർ ആൻസർ. ഇവിടെ ഒരു ചെറിയ പ്രശ്നം വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് 3 മോൾസ് കൊടുക്കാൻ പാടില്ല. നമുക്ക് ഇതിൻ്റെ റേഷ്യോസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഫോർമേഷൻ KIനെ പറ്റി എന്ത് ഇൻഫോർമേഷൻ തന്നിട്ടില്ല. KiO3യുടെ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. എത്ര മോൾസ് ആണ്? 0.10. അപ്പോൾ അതിൻ്റെ മോൾസ് നമുക്ക് സുഖമായിട്ട് കണ്ടെത്താൻ പറ്റും. ബിക്കോസ് അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് ദാറ്റ് ഈസ് 240. സോ അതിൻ്റെ മോൾസ് കിട്ടി. അതിൻ്റെ മോൾസ് ഇൻറ്റു 3 ടൈംസ് ആണ് അയഡിൻ്റെ മോൾസ്. സോ അയഡിൻ്റെ മോൾസ് ഇൻറ്റു 2 ടൈംസ് ആണ് Na2S3യുടെ അതിൻ്റെ മോൾസ്. അതിൻ്റെ മോൾസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തോട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ വോളിയം ദാറ്റ് ഈസ് 445. അപ്പം വോളിയം ഇൻറ്റു 1000 ചെയ്ത് അതിൻ്റെ മൊളാരിറ്റിയും കിട്ടും. ഓക്കെ, ദാറ്റ് സിമ്പിൾ വൺ. ജെ അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആണ്. 0.2 grams ഓഫ് കോമ്പൗണ്ട് കണ്ടെയ്നിങ് Cu2+ ഉണ്ട്, Cu2 ഉണ്ട്. അപ്പോൾ എന്താണ്? Cu2+ഉം അതേപോലെ C2O4 2- എന്താ ടൈട്രേഷൻ വിത്ത് KMnO4 കേട്ടോ. KMnO4 ആയിട്ട് എന്ത് ചെയ്യാണ്? റിയാക്ട് ചെയ്യാണ് ഇൻ ദി പ്രസൻസ് ഓഫ് H2SO4. അപ്പോൾ അസിഡിക് മീഡിയം എന്ന കാര്യം മനസ്സിലായി. അപ്പോൾ എന്താ സംഭവിക്കുക? Cu2+ അതിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണോ ഉള്ളത്? കറക്റ്റാണ്. Cu3+ ആവുമോ? അതിന് Cu3+ ആവാൻ സാധ്യതയില്ല. പക്ഷേ ഇവന് എന്താ ഓക്സിഡൈസ് ആവും. ദാറ്റ് മീൻസ് ഇവൻ CO2 ആയിട്ട് മാറും. പിന്നെ KMnO4 എന്തായിട്ട് മാറും? സ്വാഭാവികമായിട്ടും അവൻ Mn+2ലേക്ക് മാറും. ഞാൻ കംപ്ലീറ്റ് റിയാക്ഷൻ കാര്യങ്ങളൊന്നും എഴുതുന്നില്ല കേട്ടോ. ഓക്കെ ഫൈൻ. ഇവൻ Mn+2 ആയിട്ട് മാറി. ഇപ്പോൾ റിസൾട്ടൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് ന്യൂട്രലൈസ് ചെയ്യും. Na2CO3 എന്താണ് അസിഡിഫൈയും. ഓക്കെ, അത് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ, അത് നമ്മൾ തെറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ എന്താണ്? ട്രീറ്റഡ് വിത്ത് KI, ലാസ്റ്റ് എക്സസ് KI ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ എക്സസ് KI ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് ആരാ ഉള്ളത്? ഇവന് ഡെഫിനറ്റ്ലി പറന്നുപോയി. പിന്നെ ഇവിടെ Cu2+ ഒന്നും ആയിട്ടില്ല, കാരണം റെഡ്യൂസ് ആകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവന് ബാക്കിയുണ്ട്. പിന്നെ Mn2+ ഉണ്ട്. അപ്പോൾ Mn2+ ജസ്റ്റ് മീഡിയം എന്ന രീതിയിലാണ്. അപ്പോൾ Mn2+ ഇനി ബാക്കി റിയാക്ട് ആവുന്നില്ല. അപ്പം ബാക്കി ആകെ റിയാക്ട് ആവുന്നത് Cu2+ ആയിരിക്കും. KI ആയിട്ട് റിയാക്ട് ആവാൻ എന്താവാൻ? Cu2+ KI ആയിട്ട് റിയാക്ട് ആവും. അപ്പം ഒന്ന് അയഡിൻ കിട്ടും സ്വാഭാവികമായിട്ടും. പിന്നെ മേ ബി ഇവന് I- നിന്ന് I0ലേക്ക് ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ ഇവനെന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഇതൊരു റെഡോക്സ് റിയാക്ഷൻ ആണ്. സോ ഇത് +1 ആവും. ഓക്കെ ഫൈൻ. ഇതാണ് നടക്കാൻ. അപ്പോൾ ഈ റിയാക്ഷൻ അറിയാം. എന്നിട്ടോ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന I2 അതൊന്നും ഒരു റിയാക്ട് ആവും. സ്വാഭാവികമായിട്ടും നമ്മുടെ Na2CO3 ഹൈപ്പോ എന്ന് പറഞ്ഞ സാധനം അതുമായിട്ട് റിയാക്ട് ആയിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. സോ ഫൈൻ ദി മോളർ റേഷ്യോ ഓഫ് Cu2+ ആൻഡ് Cu2O4 ഓക്സിഡേറ്റിൻ്റെ. സോ ഓക്സിഡേറ്റിൻ്റെ കാര്യം ഇയാളായിട്ട് റിയാക്ട് ചെയ്യുന്നത്, ഇയാളാണ് അടിക്കുന്നത്. പിന്നെ ഇവൻ ഒറ്റയ്ക്ക് പുറത്തോട്ട് വരികയാണ്. ഓക്കെ, അപ്പം Mn2+ൻ്റെ കാര്യം ചിന്തിക്കേണ്ട. പിന്നെ Cu2+ ബാക്കിയുള്ള അതാണ് K ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും KMnO4ൻ്റെ ഇക്വലൻസ്. KMnO4ൻ്റെ ഇക്വലൻസ് എങ്ങനെ എടുത്താൻ പറ്റുക? KMnO4ൻ്റെ വോളിയം മൊളാരിറ്റി തന്നിട്ടുണ്ട്. അതിൻറ്റു അതിൻ്റെ എൻ ഫാക്ടർ. KMnO4 എൻ ഫാക്ടർ 5 ആണെന്നറിയാം. 5 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും എന്തായാലും കണ്ടെത്താൻ പറയുന്നത് ഫൈൻഡ് ഔട്ട് ദി മോളർ റേഷ്യോ ഓഫ്. ഓക്കെ ഫൈൻ. അപ്പം മോൾസ് ഓഫ് C2O4 അതർ ജൂഡ ഇൻറ്റു
എൻ ഫാക്ടർ ഓഫ് C2H4 ദാറ്റ് ഈസ് ഒബ്വിയസ്ലി വി നോ ഇത് +4 ആണ്, ഇവിടുന്ന് +3 ആണ്. അപ്പോൾ എത്ര കാരണം 2. സോ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും 0.01 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05 അത്രയാണ്. സോറി, ഇവിടെ മോൾസ് ഇൻറ്റു വോളിയം ഇൻറ്റു എൻ ഫാക്ടർ. എനിവേസ് നമുക്ക് ഇവിടുന്ന് ഈ പറഞ്ഞ രണ്ടാൾ ഈക്വലൻസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് കിട്ടും, മോൾസ് ഓഫ് ഓക്സലേറ്റ് കിട്ടും, C2O4 കിട്ടും. ഓക്കെ, അത് കിട്ടി. പിന്നെ Cu2+2 അതിൻ്റെ മോളാർ റേഷ്യോ കിട്ടണം. അപ്പോൾ അത് ആരായിട്ട് ലാസ്റ്റ് റിയാക്ട് ആവുന്നത്, K ആയിട്ട് റിയാക്ട് ആവുന്നത്. സോ K ആയിട്ട് റിയാക്ട് ആവുന്നത് ദാറ്റ് മീൻസ് ഇയാളുടെ ഇക്വലൻസ് സെയിം ആണ്. ആൻഡ് ഓൾസോ ഈക്വൽ ടു ഐഡൻറ്റിക്വലൻസ്, ബിക്കോസ് ഐഡൻറ്റിക്വൽസിൻ്റെ വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താ ലാസ്റ്റ് പിന്നെ ആരെ ഇൻഫോർമേഷൻ തന്നിട്ടുള്ളത്, ഇത് ലാസ്റ്റ് നമുക്ക് Na2S2 അതിൻ്റെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് ഐഡൻറ്റിക്വലൻസ് തന്നെ ആയിരിക്കും Na2S2O3യുടെ ഇക്വലൻസും സ്വാഭാവികമായിട്ടും. ഓക്കെ, അത് തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും Cu2+ ഇക്വലൻസ്, ബിക്കോസ് Cu2+ അയഡിന് റിയാക്ട് ആവുന്നുണ്ട്. അതേപോലെ അയഡിൻ കുറച്ച് കഴിഞ്ഞിട്ട് ആരായിട്ട് റിയാക്ട് ആവുന്നുണ്ട്, അയഡിന് Na2S2O3 റിയാക്ട് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇതിൻ്റെ ഇക്വലൻസ് ഇതിൻ്റെ ഇക്വലൻസ് ആയിരിക്കും ഇതിൻ്റെ ഇക്വലൻസിൻ്റെ ഇതിൻ്റെ മോൾസാണ് വേണ്ടത്. ഇവൻ്റെ ഇൻഫോർമേഷൻസ് നമുക്ക് ഗിവൺ ആണ്. അപ്പോൾ ഇവൻ്റെ മോൾസ് കിട്ടും, മോളർ റേഷ്യോ കിട്ടും, ഉത്തരം കിട്ടും. വളരെ സിമ്പിളാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.